എന്നിപ്പോൾ ഒരേമാതിരി വീഡിയോ ഇട്ടാൽ ശരിയാവില്ലല്ലോ. ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ പണിയാണ് ഇപ്പോൾ ഇത്. ഓഫീസാണ് നന്നാക്കുക. അപ്പം നന്നാക്കാന്നാണ് വിചാരിച്ച്. കണ്ടമാനം മാറാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 മണിക്കൂർ എന്തായാലും പിടിച്ചു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്ക് ഇതിൽ കയറ്റാനും ഉണ്ട്. അപ്പം എന്തായാലും ടൈം പിടിച്ചു. നമ്മൾ ചെക്കന്മാരെല്ലാവരും വിളിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ പൊടി ആ ക്യാമറക്ക് തന്നെ അടിച്ചു നോക്കി. നമുക്ക് ഓഫീസ് നമ്മൾ തന്നെ ക്ലീൻ ആക്കണം. മെയിനായ ഒരു ഓഫീസിൽ ഇപ്പോൾ എന്താ വേണ്ടി കറണ്ട് ഇല്ലാത്തപ്പോൾ എന്തും നടക്കില്ലല്ലോ. ഓഫീസാകുമ്പോൾ അതിനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും കറണ്ട് നിർബന്ധമാണ്. അപ്പോൾ കറണ്ടിൻ്റെ മീറ്ററിൻ്റെ അവിടെ പോയേക്കിപ്പോൾ ഫീസ് ഊരി കൊണ്ടേക്കണം. അങ്ങനെ KCBൻ്റെ ഓഫീസിൽ ചെന്നാണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഓര് വന്നാണ്ട് കറണ്ട് ഇട്ടുതരാൻ 5-10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് പണി തുടങ്ങാം. കറണ്ട് വരേണ്ട അടുത്ത് വന്നോട്ടെ. കറണ്ട് എന്തായാലും വരുമല്ലോ. ഇനി നമുക്ക് കണ്ട് പണി തുടങ്ങാം. പണി കഴിഞ്ഞതിൻ്റെ ശേഷം മാസ്കിൻ്റെ ആവശ്യം വന്നത്. പൊടി അടിച്ചിട്ട് തുമ്മി ഒരു ബൈക്കായിക്കണം. അങ്ങനെ കണ്ണി കണ്ട പൊടികളും കാര്യങ്ങളൊക്കെ തട്ടി കൊട്ടിയൊക്കെ ഫുള്ളാണ് സെറ്റപ്പാക്കി. ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ പീസുകളൊക്കെ അവിടെ വെക്കാണ്ട് ഓഫീസിൽ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുണ്ട്. ഇതാണ് നമ്മളെ ഓഫീസ്. അങ്ങനെ നമ്മളിവിടെ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കേണ്ടി വെച്ച്. ഒരു ഓഫീസിൽ എന്താ വേണ്ടി സെറ്റ് സാധനം നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ച് എല്ലാ പരിപാടിയും തീർത്തേണ്ട ഓഫീസ് പൂട്ടിയേണ്ടി പോകുന്നു. പെരി കണ്ടെത്തിയപ്പോൾ ഇത് അടുത്ത വിളി. ഇവനല്ലേ ഇപ്പം ഞാൻ മിഞ്ഞാന്നിട്ട് ആക്കി കൊടുത്തത്. ഇതാ പിന്നെയും വന്നു പോകണം. ഓൻ്റെ ഒരു കയപ്പ്. ഇപ്പോൾ ബുള്ളറ്റ് കൊടുക്കുക എത്തിച്ചു കൊടുക്കാണ്ടല്ലോ. അതിനും വേണ്ടി വന്നാണ്. ഇതൊക്കെ ഓൻ്റെ കയപ്പ് തന്നെയാണ്. ചില്ലറ കയപ്പൊന്നല്ല. എന്തായാലും ഒരു പണി കിട്ടീനോ. അതിൻ്റെ ചിലവായിട്ട് നമുക്ക് ഔലുമിൽക്കൊക്കെ മേടിച്ചത്. ബുള്ളറ്റിന് ബാറ്ററിൻ്റെ ഇറങ്ങി. ഇനിയിപ്പോൾ ബാറ്ററി വരികയാണ്ട് ചാർജ് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം. സ്ക്രൂ ഡ്രൈവറൊന്നും ഇല്ല. അതുകൊണ്ട് ഒരു ചുയിങ്കത്തിൻ്റെ ഇതായിട്ട് ഒപ്പിച്ചാൽ വിചാരിച്ചു. പിന്നെ അതായിട്ട് നടക്കില്ലാണ്ട് അപ്പോൾ സ്ക്രൂ ഡ്രൈവർ കടയിൽ നിന്ന് കടം മേടിച്ചാണ്ട് പോകുന്നത്. അവിടെ നമ്മൾ ആധാർ കാർഡ് വെക്കേണ്ടി വന്ന്. ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ വില നോക്കി ഇപ്പം നിങ്ങൾ ബാറ്ററി ചാർജ് ആക്കാൻ കൊടുത്താൽ നമ്മൾ നേരെ താന്നൂർക്കാണ്ട് വിട്ടു. ഓനക്ക് എന്തോ ഹോസ്പിറ്റലിൽ എന്തോ കൊണ്ടേ കൊടുക്കാണ്ടല്ലോ. അതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബുള്ളറ്റും അങ്ങോട്ട് വന്നത്. ഇപ്പോൾ ബുള്ളറ്റും പണിയായി. ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഞാൻ വരേണ്ടി വന്നില്ല. അല്ലെ ഇപ്പോൾ അങ്ങനെ പോവാ. ഹോസ്പിറ്റലിൽ സാധനം കൊണ്ടെടുത്താണ്ട് ബുള്ളറ്റും ചാർജ് ചെയ്താണ് നമ്മൾ നേരെ ബുള്ളറ്റുമ്പോൾ ഫിറ്റ് ചെയ്ത്. ബുള്ളറ്റാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുമോ. ഇവിടുന്ന് എന്തൊക്കെ ഒരു സന്തോഷം, ഒരു തരിപ്പൊക്കെ ഉണ്ട് കയറിയ മാതിരി. നമ്മളെന്താ ഡ്രീമൊക്കെ ഒരു അച്ചീവ് ചെയ്ത ഫീലിങ്. അത്രയും സന്തോഷമായി. കാരണം അത്രയും ഇതിമേ പട്ടിപ്പണി എടുക്കാൻ നോക്കിയിരിക്കണം. പിന്നെ ഓൻ്റെ വക ചിലവ് കിട്ടി. ആ ചിലവിൽ എനിക്കും ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നു അത് എനിക്കുള്ള പണിയാണെന്ന്. ഓനക്ക് ഞാൻ ബുള്ളറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം ഞാൻ ഓനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി കൊടുക്കാൻ. ഓനെ മിഞ്ഞാന്നല്ല ഇപ്പം ഞാൻ ആക്കി കൊടുത്ത്. ഇനിയിപ്പോൾ അതിൻ്റെ വീട് നിങ്ങൾ വെറുപ്പിച്ചാൽ പറ്റില്ലല്ലോ. എന്നാൽ ഓക്കെ ഞാൻ ആക്കി കൊടുക്കട്ടെ.